ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വിളവെടുപ്പ് ഇപ്പം ഇന്ന് നമുക്ക് കുറച്ച് അകത്തിപ്പൂവ്, ഒരു പാവയ്ക്ക, ഒരു സാലഡ് വെള്ളരി, അതുപോലെ നമുക്ക് പയർ സാധാരണ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ തത്തിയൊക്കെ കൊണ്ടുപോകും. ഇപ്രാവശ്യം കുറച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് കിട്ടി. ഇപ്പോൾ ഡെയിലി പയർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയും പയർ കിട്ടി. ഇന്നലെ പറിച്ചില്ല, കാരണം അത് കുറച്ചും കൂടെ വലുതാവാനുണ്ടായതുകൊണ്ട് മിനിഞ്ഞാന്ന് എടുത്തു, പിന്നെ ഇന്നും എടുത്തു. അപ്പോൾ ഇതാ ഇത്രയും പയർ നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ കിട്ടിയിരിക്കുകയാണ്. ഒരു 4 ഗ്രോ ബാഗിലായിട്ട് പയർ തൈ നട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ് ഇതെല്ലാം. പിന്നെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ ചെടിച്ചട്ടിയിൽ നിന്നുള്ളത് തന്നെയാണ് ഈ അകത്തിപ്പൂവ്, പാവയ്ക്ക, അതുപോലെ തന്നെ സാലഡ് വെള്ളരി, നമ്മുടെ കറിവേപ്പില. ഒട്ടും മണ്ണില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ 4 സെൻറ്റിനോട് അടുത്ത സ്ഥലത്ത് മാത്രമാണ് വീട്. മുറ്റത്തൊക്കെ ടൈലുമാണ്. പിന്നെ വെളിച്ചം കിട്ടാനുള്ള സ്പേസൊന്നും താഴെയും ഇല്ല. അപ്പോൾ പിന്നെ ടെറസിൻ്റെ മുകളിൽ ഗ്രോ ബാഗിലായിട്ടാണ് നമ്മൾ പച്ചക്കറിയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പിന്നെ നമ്മുടെ എന്താ പറയുക, പ്യുവർ വെജിറ്റബിൾ, നമ്മൾ യാതൊരുവിധ പിന്നെ ഓർഗാനിക് അല്ലാത്ത ഒരു വളവും നമ്മൾ കൊടുക്കുന്നില്ല. ഓർഗാനിക് വളങ്ങൾ മാത്രം, അതായത് നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളം, പച്ചക്കറി വേസ്റ്റ്, മീൻ കഴുകിയ വെള്ളം, അത് മാത്രം ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ മീൻ ശർക്കരയും ചേർത്തുള്ള ഫിഷ് അമിനോസിഡ് ഉണ്ടാക്കും. മുട്ടയും ചെറുനാരങ്ങ നീരും ചേർത്തിട്ടുള്ള പിന്നെ മരുന്നുണ്ടാക്കും. അങ്ങനെയുള്ള മരുന്നുകൾ മാത്രമാണ് ഇതിന് കൊടുക്കുന്നത്. അതുപോലെ പച്ചമുളകിന് ചാരവും കഞ്ഞിവെള്ളവും ചേർത്തുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി അത് ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഇതുപോലെ പച്ചക്കറികൾ ഉണ്ടാക്കുന്നത്. പച്ചമുളകൊക്കെ പറിക്കാനുണ്ട്. ഇപ്പം പറിച്ചത് വീട്ടിലിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്നത് കാണിക്കാത്തത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള മുളകൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സന്തോഷം. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പം എന്താ പറയുക, നമ്മൾ വളരെ കുറച്ചാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ എന്താ പറയുക ഉണ്ടാക്കിയെടുക്കുന്ന ഈ പച്ചക്കറികൾ നമ്മൾ കഴിക്കാം. വെറുതെ ആണെങ്കിലും ഞങ്ങളിപ്പോൾ അതാ ചെയ്യുന്നത്. ചോറൊക്കെ വളരെ കുറച്ചിട്ട് നമ്മൾ ഈ പച്ചക്കറികളൊക്കെ അധികം എരിവൊന്നും ഇടാതെ വേവിച്ച് കഴിക്കും. കാരണം ഇതിപ്പം എന്താ പറയുക, നമുക്ക് വളരെ കുറച്ചാണ് പിന്നെ ആവശ്യമുള്ളൂ ഒരു ദിവസത്തിൽ. ഒരു നേരം ഞങ്ങൾ ഊണ് കഴിക്കുള്ളെങ്കിൽ നമ്മൾ രാത്രിയും ഇതിൽ ബാക്കി വരുന്ന പച്ചക്കറി വേവിച്ചതൊക്കെ കൂടെ കഴിച്ച് നമ്മുടെ ദിവസം നമ്മൾ സന്തോഷമായിട്ട് തള്ളി നീക്കുന്നു. അപ്പോൾ എല്ലായ്പ്പോഴും നമുക്കിതുപോലെ കിട്ടില്ല. ഇതിപ്പോൾ നല്ല സീസണാണ്. മഞ്ഞും തണുപ്പൊക്കെ ഉള്ളത് കൊണ്ടാണ് പയറൊക്കെ ഇതുപോലെ ഉണ്ടാവുന്നത്. ചില പച്ചക്കറികൾ എല്ലായ്പ്പോഴും, ഇപ്പോൾ വെണ്ടയും വഴുതിനയൊക്കെ മിക്കവാറും എപ്പോഴും കിട്ടും. അപ്പോൾ അത് നമ്മുടെ ഈൽഡിങ് കഴിഞ്ഞ് പുതിയ തൈയിൽ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ വഴുതിനയും വെണ്ടയൊന്നും കാണിക്കാത്തത്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെ ആ ഒരു പീരീഡ് കഴിയുമ്പോൾ നമ്മൾ ചെടി മാറ്റി നടും. അപ്പം അതിനകത്ത് ഉണ്ടായി വരുമ്പോൾ ഇതാണ് നമുക്ക് കാണിക്കാനുണ്ടാവും. ഇപ്പോൾ പയറാണ് കൂടുതൽ. അതായത് ഇപ്പോൾ ഒന്ന് ജനുവരി 17 അപ്പോൾ ഇന്ന് നമുക്ക് ഈ തണുപ്പുള്ള സമയത്ത് നമ്മുടെ പയറൊക്കെ നന്നായിട്ട് പൂവിടും. അതുപോലെ പിന്നെ കേബേജ് ഉണ്ട്. ഇപ്പോൾ കേബേജും പൊട്ടിക്കാനായിട്ടുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം അതെടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് വേണ്ടാത്തത് കൊണ്ട് അത് എടുത്തില്ല. കേബേജൊക്കെ മുറിച്ചെടുക്കാൻ പരുവായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സന്തോഷങ്ങൾ. അപ്പോൾ നമ്മൾ കുറച്ച് മെനക്കെടാമെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പച്ചക്കറികൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ സന്തോഷവും ഹെൽത്തൊക്കെ പ്രദാനം ചെയ്യും. അതിനകത്ത് യാതൊരു സംശയങ്ങളും ഇല്ല. നമ്മൾ കുറച്ചൊരു മനസ്സും കുറച്ച് നേരം നമ്മളതിൻ്റെ പുറകിൽ നിൽക്കാമെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എനിക്ക് പൂക്കളും അത്യാവശ്യം അതുപോലെ ഇലച്ചെടികളും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ റിട്ടയറായിട്ട് എൻ്റെ സമയം, നല്ലൊരു സമയം ഇതിനകത്ത് ചിലവഴിക്കുന്നു. ഹസ്ബൻഡും ഞാനും സന്തോഷമായിട്ട് തന്നെ പച്ചക്കറികൾ ഉണ്ടാക്കുകയും അത് ഉപയോഗിച്ച് നമ്മുടെ ദിവസങ്ങളിൽ നമുക്ക് ബാക്കിയുള്ളത്, ഇപ്പോൾ തക്കാളി ഒന്നും കിട്ടില്ല, കിട്ടുമ്പോൾ കിട്ടുക, അല്ലാത്തപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കും. അത് അങ്ങനെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കും. അല്ലാതെ ഇത് മാത്രം വെച്ച് നമുക്ക് കഴിയൊന്നുമില്ല. പക്ഷേ ഇത് എത്രയാണെങ്കിലും ഒരെണ്ണമാണെങ്കിലും ഉണ്ടായി കിട്ടുമ്പോൾ അത് നമുക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ ഇത്തരം സന്തോഷങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളും ഇതിലോട്ടൊക്കെ ഇറങ്ങണം. എൻ്റെ എല്ലാ കൂട്ടുകാരും നല്ല വെജിറ്റബിൾസൊക്കെ ഉപയോഗിക്കാനും അതുണ്ടാക്കി മനസ്സിന് സന്തോഷം ഉണ്ടാവാനൊക്കെ ഇടയാവട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ടാറ്റ.